പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രതിഷേധം. രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ദേശീയ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എം.പി അടക്കമുള്ള കോൺഗ്രസ് എംപിമാർ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശനും സമരവേദിയിലുണ്ട്. ഷാഫി പറമ്പിൽ എം.പി ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള നേതാക്കളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൈകൾ പരസ്പരം ചേർത്തുകെട്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിക്കുന്നത്. അതിനിടെ അനുനയ നീക്കവുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തി. മന്ത്രി ജിതേന്ദ്ര സിംഗ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. കെ.ജെ. ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും പ്രധാനമന്ത്രിയുടെ വസതിയിലെ കോൺഗ്രസിന്റെ പ്രതിഷേധം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അസാധാരണമായൊരു സമരവുമായാണ് മണിക്കൂറുകൾക്ക് മുൻപ് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തമ്പടിക്കുന്നത്. അതിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള എംപിമാരടക്കമുള്ള എല്ലാ പ്രമുഖരായ നേതാക്കളും അതിൽ പങ്കാളികളാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അരങ്ങേറുന്നത്. പ്രധാനമായി തന്നെ ഈ കേന്ദ്രമന്ത്രിയുടെ രാജിയാണ് അവർ പ്രധാനമായി ആവശ്യപ്പെടുന്നത്. ഈ CJPയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കുറച്ച് നാളുകളായി ആ സമരം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും എന്തുകൊണ്ട് കോൺഗ്രസും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെല്ലാം എന്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കാളികളാകുന്നില്ലെന്ന് ചോദ്യം ഉയർന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ വലിയൊരു പ്രതിഷേധം അരങ്ങേറുന്നത്. അതിനിടയിൽ തന്നെ ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയുള്ള ജിതേന്ദ്ര സിംഗ് അടക്കമുള്ളവർ അവിടെ എത്തി, ഈ കേന്ദ്രമന്ത്രി അവിടെ എത്തി ചർച്ചയും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്തിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പല ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ കേന്ദ്രമന്ത്രിയുടെ രാജിയും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം, ഇന്ന് ഉൾപ്പെടെ പാർലമെൻറ്റ് കൂടിയപ്പോൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികൾ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അതിന് ഈ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. ആ ഒരു ആവശ്യം പ്രധാനമായി തന്നെ അംഗീകരിക്കണമെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ആവശ്യം. അങ്ങനെ ആ ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായെല്ലാം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ കൂടിക്കാഴ്ച കഴിഞ്ഞായിരിക്കും വീണ്ടും അദ്ദേഹം ഈ രാഹുൽ ഗാന്ധിയോട് സമീപം, പ്രത്യേകിച്ച് ഈ സമരം നടക്കുന്നിടത്തെത്തുമെന്നാണ് പുതിയ വിവരങ്ങൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ കേന്ദ്രമന്ത്രിയും അമിത്ഷായുമായി നടത്തിയ ഈ കൂടിക്കാഴ്ചയുടെ ഫലമായി ഇവിടെ എന്തായിരിക്കും ഇവരെ അറിയിക്കുക എന്നതാണ് നോക്കിക്കാണുന്നത്. അതനുസരിച്ചായിരിക്കും ഈ സമരം ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത. എന്തായാലും കോൺഗ്രസ് ഈ സമരത്തിൽ രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് എത്ര വൈകിയാലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഈ സമരപന്തലിൽ നിന്നും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സമരം നടക്കുന്ന സ്ഥലത്ത് നിന്നും പിന്നോട്ട് പോകുമെന്ന് അവർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഈ രാജ്യതലസ്ഥാനത്ത് ഇപ്പോൾ രണ്ടിടങ്ങളിലാണ് പ്രധാനമായി സമരം നടക്കുന്നത്. ഒന്ന്, അതീവ സുരക്ഷാ മേഖലയായ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നു. മറ്റൊരു സമരം നടക്കുന്നത് മാസങ്ങളായി തന്നെ സമരം നടത്തുന്ന CJPയുടെ ജന്തർ മന്ദിറിലാണ്. അവിടെയാണ് സമരം നടക്കുന്നത്. അവിടെ AAPയുടെ നേതാക്കൾ, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ഇടതു പാർട്ടികൾ അടക്കമുള്ള നേതാക്കൾ അവിടെ സമരം നടത്തുന്നു. അങ്ങനെ ഒരു രണ്ട് സമരങ്ങളാണ് ഒരേ സമയം രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ കോൺഗ്രസിൻ്റെ നീക്കം അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് പോലീസിനെയെല്ലാം കോൺഗ്രസ് അധ്യക്ഷൻ്റെ വസതിയിൽ ഇന്ന് ഒരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ച കഴിഞ്ഞാണ് അതിവേഗം ഇവർ സമരത്തിലേക്കെല്ലാം കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവരെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ചയായും പോലീസ് ഇതിനെ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ശക്തമായ സമരമാണ് ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടക്കുന്നത്. ശരി, വ്യക്തമാണ്. കെ.ജെ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.